എൻ്റെ പേര് ബിജു. ഞാൻ തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റിൽ നെയ്യാറ്റങ്കര രൂപരയിൽ പ്ലാത്താങ്കര സഭയിലുണ്ട് പറഞ്ഞതാണ്. 14/22 ഡേറ്റിലാണ് വന്ന് ഉടമ്പടി എടുത്തത്. ഇനി അമ്മയും തിരുകുമാരനും നടന്ന വലിയ അത്ഭുതം ഞാൻ പറയാൻ പോകുന്നതാണ്. ഉടമ്പടി എടുക്കും മുമ്പ് നടന്ന അത്ഭുതമാണ് ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ തെങ്ങ് കയറ്റ തൊഴിലാളിയായിരുന്നു. തെങ്ങ് കയറിക്കൊണ്ടിരുന്ന സമയത്ത് ന്യൂമോണിയ രോഗത്തിന് അടിമയായി മെഡിക്കൽ കോളേജിൽ 5 ദിവസം ഉണ്ടായിരുന്ന സമയത്ത് ഈ ന്യൂമോണിയയുടെ കൂടെ തന്നെ എനിക്കൊരു തലവേദന ഉണ്ടായിരുന്നു. ഞാൻ നിലവിളിച്ച് സമയത്ത് ഒരു ഇഞ്ചക്ഷൻ എടുത്ത് ആ തലവേദന ആ സമയത്തേക്ക് മാറി. എന്നെ 7 ദിവസം ഡിസ്ചാർജ് ചെയ്ത് നെയ്യാറ്റങ്കരയിൽ അഡ്മിറ്റാക്കി. ആ സമയത്തും തലവേദന വരുമായിരുന്നു. ഇവർ തരണ ഗുളിക പോയിട്ട് ഞാൻ എൻ്റെ ജീവിത പങ്കാളിയെ വിട്ട് പ്രത്യേകിച്ച് കൂടിയ ഗുളിക മെഡിക്കൽ സ്റ്റോറിലുണ്ട് വാങ്ങിച്ച് കഴിക്കുമായിരുന്നു. ആ സമയത്ത് തലവേദന മാറും. 7-ാം ദിവസം എന്നെ ഡിസ്ചാർജായി ഭവനത്തിലേക്ക് അയച്ചു. ആ സമയത്ത് എനിക്ക് തല പൊങ്ങി നിമിർന്നിരിക്കാൻ പറ്റത്തില്ല. തല നിമിർന്നിരിക്കും ഇങ്ങനെ ഒടിഞ്ഞു വന്ന് വീഴും. ആ അവസ്ഥയിലായിരുന്ന സമയത്ത് ഞാൻ ഒരു കൂടിയ ഗുളിക കഴിഞ്ഞുകൊണ്ട് കിടന്നപ്പോൾ ഒരു പെങ്കൊച്ച് ഒരു കൃപാസന അമ്മയുടെ ഒരു പത്രം കൊണ്ട് തന്നുകൊണ്ട് പറഞ്ഞു, അണ്ണ സ്വർണം കളഞ്ഞാലും ഈ പത്രം കളയാൻ പാടില്ല. മണിക്കൂറിനുള്ളിൽ എൻ്റെ തലവേദന അത്ഭുതമായി മാറിപ്പോയി. സൗഖ്യം കിട്ടിയ അമ്മയ്ക്ക് 1000 നന്ദി. എൻ്റെ അടുത്ത് ഡോക്ടർ പറഞ്ഞ് 12 ദിവസം കഴിഞ്ഞിട്ട് ബിജു എന്നെ കാണുവാൻ വരണം. 12 ദിവസത്തെയുള്ള ഗുളിക ഞാൻ തന്നയക്കും. അത് എന്തിനെന്ന് പറഞ്ഞാൽ 12ൻ്റെ അന്ന് ഞാൻ മെഡിക്കൽ കോളേജിൽ MR സ്കാൻ എടുക്കാനുള്ള ഡേറ്റ് തരും എന്ന് പറഞ്ഞതാണ്. ഈ പത്രം കിട്ടിയ 10ൻ്റെ അന്ന് തന്നെ എൻ്റെ മനസ്സിൻ്റെ അകത്ത് ഒരു ആലോചന വരെയാണ്, നിനക്കൊരു കുഴപ്പമില്ല, ജോലിക്ക് പോവാം. ഞാൻ ആ ഭവനത്തിലുണ്ട്. എൻ്റെ ജീവിത പങ്കാളിയെ മക്കളോ ആരും അറിയാതെ വെട്ടിപ്പിച്ചാത്തിയും തിലാപ്പം എടുത്ത് മടിയിൽ കെട്ടി വെച്ചുകൊണ്ട് ചായ കുടിക്കാൻ പോണ വേഷത്തിൽ പോയി 3 മൂട് തെങ്ങി കയറി. തെങ്ങിൽ 2 കാല് വെച്ച് കയറി വരുമ്പോൾ താഴോട്ട് ചിറക്കി വരുമായിരുന്നു. അപ്പോഴറിഞ്ഞ് ദൈവമേ എൻ്റെ തെങ്ങ് കയറ്റി ഇതോടെ അവസാനിച്ചോ. അപ്പോഴും എൻ്റെ ഇവിടെ ഒരു സംസാരം വരണം, നിനക്കൊരു കുഴപ്പമില്ല, നിനക്ക് ജോലിക്ക് പോകാൻ. പിറ്റാം ദിവസം എന്ന് അത്ഭുതം എന്ന് പറയട്ടെ, 5 മൂട് തെങ്ങ് ഒരു കേടുപാടോ കാലും കൈയും ഒന്നും ചേർക്കാതെ കൊണ്ട് തന്നെ ജോലി ചെയ്യാനുള്ള ഭാഗ്യം എന്നെ സഹായിച്ചു. ഇനി ഉടമ്പടി എടുത്തതിന് ശേഷമുള്ള അനുഭവമാണ്. ഉടമ്പടി എടുത്ത് ഞാൻ എൻ്റെ മോന് 10ൽ ഒരു അക്ഷരം അവന് അറിഞ്ഞൂടെയായിരുന്നു. ഇവനെങ്ങനെ ജയിക്കും, എങ്ങനെ പഠിക്കും എന്നുള്ള വിശ്വാസമായിരുന്നു. അങ്ങനെ ഉടമ്പടിക്ക് ആശീർവാദം കൊടുത്ത് ഉടമ്പടി തൈലും കുരിശും വരച്ച് ഇവന് കുടിക്കുവാനും ഒരു തുള്ളി കൊടുത്ത് സ്കൂളിലേക്ക് അയച്ചു. അത്ഭുതം എന്ന് പറയട്ടെ, 2 Aയും 8 B+ കുട്ടി ഉന്നത വിജയത്തോട് ജയിച്ച് ഇപ്പം +2 പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. 3ാമത്തെ സാധിച്ചതെന്ന് പറയട്ടെ, ഇന്ന് ഈ നിലയിൽ ഇവിടെ നിന്ന് സാധിച്ച് പറയാനുള്ള കാരണം എൻ്റെ അമ്മയും തിരുകുമാരനും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഈ മാതാവും തിരുകുമാരനുമാണ്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ 30 അടി പൊക്കത്ത് പ്ലാവിൽ കയറിയ സമയത്ത് ചക്ക അടക്കാൻ കയറി എൻ്റെ കൈയെല്ലാം പിടിവിട്ട് മലർന്ന് വരികയാണ്. ഞാൻ മലർന്ന് വന്ന സമയത്ത് കാശി രൂപ എൻ്റെ പോക്കറ്റിലുണ്ടായിരുന്നു, ജവമാല കഴുത്തിനും ഉണ്ടായിരുന്നു പോക്കറ്റ്. ആ സമയത്ത് ഞാൻ പറഞ്ഞു, വേറെ ഒന്നും പറഞ്ഞില്ല, ദൈവമേ എൻ്റെ കളി ഇതോടെ അവസാനിച്ചോ എന്ന് ചോദിച്ചു. എനിക്ക് ഒരു ടെൻഷനോ വിഷമോ ഭാര്യയെ കാണണം, മക്കളെ കാണണം, ആരെ കാണണം എന്നുള്ള ഒരു ചിന്തയും വന്നില്ല. 10 അടി ദൂരം വരെ മലർന്നു വന്ന് ഞാൻ അത്ഭുതകരമായി എൻ്റെ ഇളിയിൽ കിടന്ന് വെട്ടുപിച്ചാത്തി 15 അടി അകലം ആളെടുത്തെറിയുമ്പോൾ എറിയുകയും എന്നെ ഉന്നതമായ ശക്തിയോടെ തൂക്കി നിർത്തുകയും അതേ പൊക്കിഷനിലൊന്നും മതിലൂടെ വന്ന് വിടുന്ന ഒരു വാരിയൽ പൊട്ടുകയുമായിരുന്നു. മെഡിക്കലിൽ പോയി എല്ലാ ടെസ്റ്റുകളും ചെയ്തപ്പം വേറെ ഒരു കുഴപ്പമില്ല, ഒരു വാരിയൽ പൊട്ടിപ്പോയി. നെയ്യാറ്റങ്കരയിൽ 5 ദിവസം അഡ്മിറ്റ് ചെയ്ത് പിറ്റാം ദിവസം തന്നെ എൻ്റെ മോള് തൈലവും ഉപ്പും കൊണ്ട് തന്ന്, ഈ ഉപ്പും കഴിക്കും, വേദന വരുമ്പോൾ ഉപ്പും കഴിക്കും, തൈലവും തൊട്ടിടും. അത്ഭുതം എന്ന് പറയട്ടെ, ഇവർ തന്ന വേദനയ്ക്കുള്ള ഒരു ഗുളിയും കഴിക്കാതെ തന്നെ എൻ്റെ അത്ഭുതമായി വേദനയെല്ലാം വിട്ടുമാറി പരിപൂർണ ആരോഗ്യത്തോടെ ഭവനത്തിൽ വരുവാനായി. ഇത് ഞാൻ ഇവിടെ സഞ്ജയ് അമ്മയുടെ മുമ്പിലേക്ക് മുട്ടുകുത്തുവാൻ ഞാൻ ഉടമ്പടി എടുത്തപ്പോൾ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്, ഞാൻ മരണകാലം വരെ ആരോഗ്യത്തോടെ നടക്കുന്ന കാലം വരെ ഇവിടെ വരാമെന്നൊരു വാക്ക് അമ്മയ്ക്ക് കൊടുത്ത വാക്ക്. അമ്മ എന്നെ മരണത്തിൽ നിന്ന് വിടുവിച്ച് എന്നെ രക്ഷിച്ചതാണ്. ഞാൻ അങ്ങനെ അത്ഭുതമായിട്ട് 15 ദിവസത്തിന് മുമ്പ് 10 ദിവസം കിടക്കിട്ട് ഞാൻ പറഞ്ഞ് എനിക്ക് പള്ളിയിൽ വരുവാൻ സാധിക്കില്ല എന്ന് വണ്ടിക്ക് ബുക്കിംഗ് ചെയ്ത സീറ്റിനെ ക്യാൻസലാക്കിയതും അന്ന് രാത്രി എന്ന് പറയട്ടെ, അമ്മ സഞ്ജയ് മാതാവ് എൻ്റെ അടുക്ക വന്ന് ചോദിക്കുകയാണ്, ഉറക്കത്തിൽ സ്വപ്നത്തിൽ കൂടി ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് പള്ളിയിൽ വരാത്തത്? ഞാൻ പറഞ്ഞ എൻ്റെ അവസ്ഥ ഇതാണെന്ന്.
അങ്ങനെ പറയുന്ന സമയത്താണ് നമ്മളെ ഈ ജോസഫ് അച്ഛൻ ഞാൻ വീഴുന്ന ആ പ്ലാവിൻ്റെ മൂട്ടിൽ കസേരയിൽ ഇരുന്നും കൊണ്ട് ഞാൻ മലർന്നു വരുന്ന സമയത്ത് പറയാണ്, ബിജു ഒരു സംഭവം തന്നെ എന്ന് പറഞ്ഞ് അച്ഛൻ 2 കൈ ഇങ്ങനെ മലർത്തുകയും ഞാൻ താനെ ഉന്നതമായി ആരോഗ്യത്തോടെ ഇങ്ങനെ നിമിർന്ന് ചെന്ന് മാറി വിടുന്നതും പിച്ചാത്തിയെല്ലാം തിരിക്കണതാണ് അമ്മ എനിക്ക് കാണിച്ചു തന്ന ആ അത്ഭുത സൗഖ്യം. ഇതുവരെയും എനിക്ക് ആ വിടുന്നതിൻ്റെ കേടോ ഒരു വേനയോ ഒരു ബുദ്ധിമുട്ടോ അമ്മ എനിക്ക് തന്നിട്ടില്ല. അടുത്ത് ഒരു സാക്ഷ്യം, 14ാമത്തെ വയസ്സ് തൊട്ട് ഞാൻ വേറെ മദ്യപാനത്തിനോ വേറെ ഒന്നിനും ഇല്ലായിരുന്നു. തമ്പാക്കെന്ന് പറയുന്ന ഒരു ദുശീലത്തിന് അടിമയായിരുന്നു. ഇപ്പം വയസ്സ് 43. അപ്പം നിങ്ങൾ വർഷം കൂട്ടണം, എത്ര വർഷം കൊണ്ട് ഈ സാധനം ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു എന്ന്. അത് അത്ഭുതകരമായി ഈ തൈലത്തിലൂടെയും ഉപ്പിലൂടെയും അതും മാറിക്കിട്ടി. ഇതുവരെ ഈ സാധനം ഉപയോഗിക്കുന്നവരെ അടുത്ത് പോയിരുന്നാലും ആ ഒരു സ്മെല്ല് എൻ്റെ മൂക്കിൽ ഇതുവരെ അടിച്ചിട്ടില്ല. അങ്ങനെയുള്ള അനുഗ്രഹവും അമ്മ എൻ്റെ കൂടെ ഉണ്ട്. അത് പോയിട്ട് ഈ 2-ാം തീയതി ഞാൻ ചോറ് കഴിച്ച് അരമണിക്കൂർ കഴിഞ്ഞപ്പം തന്നെ എൻ്റെ ശ്വാസം നിന്നങ്ങ് പോവുകയാണ്, തലയിൽ കയറി പെരിക്കുകയാണ്. അപ്പോൾ ഈ മീനും ചോറും എൻ്റെ മോള് സ്കൂളിൽ കൊണ്ടുപോയിട്ടുണ്ട്, മോൻ കൊണ്ടുപോയിട്ടുണ്ട്. ഞാൻ ജീവിത പങ്കാളിയുടെ അടുത്ത് ഈ ശ്വാസം നിലയ്ക്കണത് പറയണില്ല, തലപെരിക്കും പറഞ്ഞു മീനിലെന്തോ വിഷമായിട്ടുള്ള എന്തെങ്കിലും കാണുമെന്ന് പറഞ്ഞ് മോളെ ഫോൺ വിളിച്ച് പറഞ്ഞ് നീ ചോറ് കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് മോനെ വിളിക്കാൻ പറ്റിയില്ല. ഇവൾ എൻ്റെ വാക്ക് മറുത്ത് അവൾ ചോറ് കഴിച്ച് അവൾക്കൊരു കുഴപ്പമില്ല. ഞാൻ ഈ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ട് ഓടിച്ചെന്ന് ഒരു തുള്ളി തൈലം കുടിക്കുകയും ഒരു തുള്ളി തൈലം കുരിശ് വരയ്ക്കുകയും ചെയ്തും കൊണ്ട് കടന്ന് ഇവിടെ ഒരു പാട്ട് പാടും, മറിയതായ എൻ്റെ അമ്മയെ എന്ന് പറഞ്ഞ് പാടണം. അത് 10 കല്ലയാട്ട് ഞാൻ പാടിയും കൊണ്ട് കടന്നപ്പോൾ തന്നെ അറിയാതെ ഉറങ്ങിപ്പോയി. അങ്ങനെ ഉറക്കത്തിലൂടെ നോക്കിയപ്പോൾ അമ്മ മാതാവിൽ നിന്ന് ചിരിച്ചുകൊണ്ട് നിൽക്കണം. അടുത്ത് ഞാൻ ഓടിച്ചെന്ന് മുട്ടുകുത്തി എൻ്റെ അമ്മയെ എന്ന് വിളിച്ചപ്പോൾ ഈശോയെ കൊണ്ട് കാണിച്ചു തരണം. ഈശോ കുഞ്ഞ് ഈശോയാണ് കമന്നിങ്ങനെ പോണതായിട്ട്. അതോടെ ആ സ്വപ്നത്തിനുണ്ട് വീട്ടിൽ ചെട്ടി ഉടർന്ന് നോക്കിയപ്പോൾ ഒരു അസുഖം എനിക്കില്ല. ഇത്രയും വലിയ അത്ഭുതമാണ് അമ്മ എനിക്ക് ചെയ്തത്. പിന്നെ കാരുണ്യ പ്രവൃത്തികൾ എന്നെക്കൊണ്ട് പറ്റുന്ന കൂലി ജോലി ചെയ്യണ അനുസരിച്ച് ഇവിടെ വരുമ്പോൾ 5-8 പത്രം വായിച്ച് നെയ്യാറ്റങ്ങര ആശുപത്രിയിൽ കൊടുക്കുകയും മാസം തോറും രോഗികൾക്ക് ഊണെടുത്ത് ചോറ് കൊണ്ട് കൊടുക്കുകയും എന്നെ കൊണ്ട് പറ്റിയ സഹായങ്ങൾ രോഗിക്ക് പൈസയായിട്ടും സഹായിക്കും. ഇത്രയും വലിയ അനുഗ്രഹവും അത്ഭുതവും ചെയ്ത എൻ്റെ അമ്മയ്ക്ക് ആത്മീയ ജീവിതം നേരത്തെ ആണെങ്കിൽ തോന്നുന്ന അവസരത്തിൽ ജപമാല പറഞ്ഞാലുണ്ട്, പറഞ്ഞില്ലെങ്കില്ല. ബൈബിൾ വായിച്ചാലുണ്ട്, വായിച്ചില്ല. ഞാനിപ്പോൾ മലയാളം സംസാരിക്കണ ആൾ, പഠിത്തം എല്ലാ കാര്യങ്ങളും തമിഴാണ്. മലയാളം സംസാരിക്കുന്നേ ഉള്ളൂ. തമിഴിൽ ബൈബിൾ എൻ്റെ വീട്ടിലുണ്ട്. ഞാൻ തമിഴിൽ അരമണിക്കൂർ, 1/4 മണിക്കൂർ, 1 മണിക്കൂർ, 1.5 ഇങ്ങനെ സമയമനുസരിച്ച് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉടമ്പടി എടുത്തതിന് ശേഷം പല അനുഭവങ്ങളും മുല്ലപ്പൂ വാസനയെല്ലാം ഉണ്ടായിരുന്നിട്ടുണ്ട്. ആദ്യം വീട്ടിൻ്റെ ചുറ്റുമായിരിക്കും. ഞാൻ അങ്ങനെ ഒരു ദിവസം പറഞ്ഞ് എൻ്റെ അമ്മയാണെങ്കിൽ വീട്ടിൻ്റെ അകത്ത് ഈ സ്മെല്ല് ഇപ്പം വരണം, അല്ല വേറെ ഒരു ശക്തിയാണെങ്കിൽ ഈ നിമിഷം വിട്ടുമാറിപ്പോണമെന്ന് പറഞ്ഞ് തീർന്നില്ല. വീട് മൊത്തം ഈ സ്മെല്ലിൻ്റെ മണത്തിൻ്റെ ഒരേ വാസനയായിരുന്നു. അങ്ങനെയുള്ള അനുഗ്രഹം എല്ലാം കിട്ടിക്കൊണ്ടിരുന്നു. ഇപ്പം നമ്മളെല്ലാവരും ജപമാല പ്രാർത്ഥിക്കും. ഇവിടുത്തെ ഉടമ്പടി പ്രാർത്ഥന എൻ്റെ മക്കൾ വായിച്ചുകൊണ്ടല്ലാതെ സ്കൂളിൽ പോവില്ല. തൈലം എടുത്ത് കുരിശ് വരച്ച് നമ്മൾ ഇട്ട് കൊടുക്കും, ഉപ്പ് കഴിക്കും. എല്ലാ കാര്യവും ഭംഗിയായിട്ട് നമ്മളെ ജീവിതം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത്രയും വലിയ അനുഗ്രഹം തന്നെ ദൈവത്തിനും എൻ്റെ അമ്മ മാതാവിന് തിരുകുമാരന് 1000 നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്ക് നിർത്തുന്നു.